എയിംസ് കാസർഗോഡ് തന്നെ വേണം എന്ന നിലപാട് സംസ്ഥാന സമിതിയിൽ ഉന്നയിക്കുമെന്ന് ബി.ജെ.പി. കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് എം.എൽ. അശ്വിനി 24 പറഞ്ഞു. എയിംസ് കൊണ്ടുവന്നാൽ സ്വർണ്ണമോതിരം തരാം എന്ന രാജ്മോഹൻ ഉണ്ണിത്താന്റെ വെല്ലുവിളിക്കെതിരെ രൂക്ഷമായ ഭാഷയിലായിരുന്നു എം.എൽ. അശ്വിനിയുടെ പ്രതികരണം. മുൻ നിലപാട് തന്നെയാണ്. ഞാൻ കാൻഡിഡേറ്റ് ആയിട്ടുണ്ടായ സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ അവിടെ MP ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാസർഗോഡ് എയിംസ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ MP ആയിട്ടില്ല, പക്ഷേ കാസർഗോഡ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ആയിട്ടുണ്ട്. എൻ്റെ നിലപാട് ഇപ്പോഴും കാസർഗോഡ് തന്നെ എയിം വേണമെന്ന് പറഞ്ഞിട്ടായിട്ടുണ്ട്. അവിടുത്തെ MP പറഞ്ഞതാണ് എനിക്ക് ഒരു പവൻ സ്വർണ്ണ കൊടുക്കാൻ. പക്ഷെ ഒരു MP ആയതുകൊണ്ട് അയാൾ MP ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അത് അയാൾക്ക് ഒരു നാണമാണ്. ബിക്കോസ് 6 years കംപ്ലീറ്റ് ആയി MP-ക്ക് അവിടെ തുടർന്നിട്ട്. പക്ഷെ ഈ 6 years ആയിട്ട് അയാൾക്ക് എയിംസ് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അയാൾക്ക് ഒരു മുളം കയർ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ പോയിട്ട് തൂങ്ങിച്ചാവട്ടെ അയാൾ. അലക്സ് ചിരിച്ചുകൊണ്ടൊക്കെ വേണമെങ്കിൽ പോയി തൂങ്ങിച്ചാവട്ടെ എന്ന് പറഞ്ഞ ആദ്യമായിട്ട് കേൾക്കാം. സാധാരണ നമ്മൾ രൂക്ഷമായ ഭാഷയിലാണെന്ന് പറയുന്നത്. ചിരിച്ചുകൊണ്ട് വേണമെങ്കിൽ പോയി തൂങ്ങിച്ചാവട്ടെ എന്നൊക്കെ പറഞ്ഞ് ആദ്യമായിട്ട് കേൾക്കാം. പോട്ടെ, അശ്വിനിക്ക് കാസർഗോഡ് എയിംസ് വേണമെങ്കിൽ അങ്ങനെ അപ്പോൾ സുരേഷ് ഗോപിക്ക് ആലപ്പുഴയ്ക്ക് ആര് എയിംസ് കൊടുക്കും? ഇനി ആലപ്പുഴ കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കരമന ജയന് തിരുവനന്തപുരത്ത് ആര് എയിംസ് കൊടുക്കും? അങ്ങനെ മൊത്തത്തിൽ കൺഫ്യൂഷനാണ് അലക്സ്. ഹഷ്മി, തീർച്ചയായും. അതായത് വിവിധ നേതാക്കൾ അവരുടെ ജില്ലകളിൽ അവർക്ക് ഇഷ്ടപ്പെട്ട, അവർക്ക് പ്രിയപ്പെട്ട സ്ഥലങ്ങളിൽ എയിംസ് വേണമെന്ന അവകാശവാദം അത് ഉന്നയിക്കുന്നുണ്ട്. ആ നിലപാട് ആവർത്തിക്കുകയാണ്. ഇതിൽ BJP സംസ്ഥാന നേതൃത്വം കുഴങ്ങുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ BJP സംസ്ഥാന നേതൃത്വത്തിന് കേരളത്തിൽ എവിടെ എയിംസ് വേണമെന്നൊരു ഏകാഭിപ്രായം ഇല്ല എന്നുള്ളതാണ്. ഇതിലിപ്പോൾ അവരൊരു സമവായത്തിൽ, അതായത് ഇന്നൊരു പക്ഷേ BJPയുടെ ദേശീയ അധ്യക്ഷൻ JP നദ്ദ പങ്കെടുക്കുന്ന ഈ സംസ്ഥാന കമ്മിറ്റി യോഗത്തിലടക്കം ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുമെങ്കിലും ഇന്ന് അതിലൊരു പ്രഖ്യാപനം ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ ഒരു സമവായത്തിലെത്താനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ നേതാക്കൾ നടത്തുന്ന പരസ്യ പ്രതികരണങ്ങൾ അതൊരു പക്ഷേ അവസാനിപ്പിക്കാനുള്ള ഒരു തീരുമാനമുണ്ടായേക്കും. ഒറ്റ നിലപാടിലേക്ക് കാര്യങ്ങൾ വരും. അതായത് എയിംസ് കേരളത്തിൽ വേണമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. BJP മുൻകൈയെടുത്താണ് എയിംസ് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്. BJPക്കല്ലാതെ എയിംസ് കേരളത്തിൽ കൊണ്ടുവരാൻ മറ്റാർക്കും സാധിക്കില്ല എന്ന പൊതുബോധം സൃഷ്ടിക്കുക. അതുമാത്രമല്ല, ഈ കേന്ദ്ര സർക്കാർ തീരുമാനിക്കും. അത് പ്രധാനമന്ത്രി, അതുപോലെ കേന്ദ്ര ആരോഗ്യമന്ത്രിയും ഒക്കെ അടങ്ങുന്ന കേന്ദ്ര മന്ത്രിസഭ, കേന്ദ്ര സർക്കാർ തീരുമാനിക്കും കേരളത്തിൽ എവിടെ എയിംസ് വേണമെന്ന്. അതായിരിക്കും BJP സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട്. ആ ഒരു സമവായത്തിലേക്ക്, ആ ഒരു ഫോർമുലയിലേക്ക് ഇന്നത്തെ BJP സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷം പാർട്ടി സംസ്ഥാന നേതൃത്വം എത്തും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ആ തരത്തിലാണ് നേതാക്കളുടെ ഈ പ്രതികരണം നടത്തുന്നത്. JP നദ്ദ എയിംസ് ചർച്ച ചെയ്യാനല്ല ഈ സംസ്ഥാന സമിതി യോഗത്തിൽ പങ്കെടുക്കുന്നത് എന്ന വിമർശനമാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി ഉന്നയിച്ചത്. മറ്റു നിരവധിയായ വിഷയങ്ങളുണ്ട്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കമടക്കം നടത്തേണ്ടതുണ്ട്. അടുത്ത ദിവസങ്ങളിൽ കൂടുതലായി നേതാക്കൾ കേരളത്തിലേക്ക് എത്തും. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിന്റെ ഭാഗമായി കൂടുതൽ നേതാക്കൾ കേരളത്തിലേക്ക് എത്തുമെന്ന് അനൂപ് ആന്റണി വ്യക്തമാക്കി. അപ്പോഴും ഇന്ന് ഈ 2 യോഗങ്ങൾ, അതായത് ആദ്യം ജില്ലാ അധ്യക്ഷന്മാരുടെയും ജില്ലാ പ്രഭാരിമാരുടെയും യോഗം ആദ്യം ചേരും. രാവിലെ ഒരു 11:30 മണിയോടുകൂടി JP നദ്ദയുടെ അധ്യക്ഷതയിൽ ചേരും. അതിനുശേഷം ഉച്ചതിരിഞ്ഞ് 3 മണിക്കോ 2 മണിക്കോ ആണ് ഈ സംസ്ഥാന സമിതി യോഗം ചേരുക. ഈ യോഗങ്ങളിൽ തന്റെ ആവശ്യം ഉന്നയിക്കുമെന്നാണ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് M.L. അശ്വിനി ഇന്നും നിലപാട് ആവർത്തിച്ചത്. എയിംസ് കാസർഗോഡ് തന്നെ വേണമെന്ന് M.L. അശ്വിനി ആവർത്തിക്കുന്നുണ്ട്. അത് വേണമെന്ന് ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രതികരണം നടത്തുകയോ മാത്രമല്ല, അവരൊരു റിക്വസ്റ്റ് ലെറ്റർ കൂടി കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു കത്ത് കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. അത് കേന്ദ്രമന്ത്രി കൂടിയായ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയ്ക്ക് ആ കത്ത് നൽകും. തന്റെ ആവശ്യം ഉന്നയിച്ചുള്ള കത്ത് നൽകും. കാരണം കാസർഗോഡ് ജില്ലയിലാണ് കൂടുതൽ ക്യാൻസർ രോഗികളുള്ളത്, കൂടുതൽ എൻഡോസൾഫാൻ ദുരിതബാധിതരുള്ളത് കാസർഗോഡ് ജില്ലയിലാണ്. ആ നിലപാട് ഔദ്യോഗികമായി താൻ കേന്ദ്ര ആരോഗ്യമന്ത്രി കൂടിയായ BJP ദേശീയ അധ്യക്ഷൻ അറിയിക്കുമെന്നാണ് M.L. അശ്വിനി അറിയിച്ചത്. സമാനമായി തന്നെ കരമന ജയനെ അല്പം മുമ്പ് നമ്മൾ കണ്ടിരുന്നു. കരമന ജയൻ പറയുന്നത് തന്റെ നിലപാട്, ഞാൻ ഇന്നലെ പറഞ്ഞ നിലപാടിൽ നിന്ന് ഒരടി പോലും പിന്നോട്ടില്ല. എയിംസ് വരാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം തിരുവനന്തപുരം ജില്ലയാണ്. കള്ളിക്കാട് പഞ്ചായത്തിലെ നെട്ടുകാലത്ത് ഏരിയ അതിനുള്ള അനുയോജ്യമായ സ്ഥലമാണ്. 250 ഏക്കറോളം സർക്കാർ ഭൂമി അവിടെ ഒഴിഞ്ഞു കിടക്കുന്നു എന്ന് കരമന ജയനും ആവർത്തിക്കുന്നു. എന്താണെങ്കിലും ഒരു സമവായം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര സർക്കാർ തീരുമാനിക്കട്ടെ എന്ന സമവായത്തിലേക്ക് BJP എത്തും. പക്ഷേ നമുക്ക് ആദ്യം അറിയേണ്ടത് കേരളത്തിലേക്ക് എയിംസ് തരാൻ കേന്ദ്ര സർക്കാർ തയ്യാറുണ്ട്. കാര്യം നമ്മുടെ ഏജ് ഓൾഡ് ആവശ്യമാണ്. എത്രയോ വർഷങ്ങൾ നമ്മൾ വളരെ തീരെ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലം മുതലേ കേൾക്കുന്നതാണ് കേരളത്തിലേക്ക് എയിംസിന്റെ ആവശ്യം. വർഷങ്ങളുടെ മുമ്പുള്ള ആവശ്യം എന്നോ വരേണ്ടതാണ്, ഇതുവരെ വന്നിട്ടില്ല. കേരളത്തിന് തരുമോ എന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത്. അങ്ങനെ തരുമോ എന്ന് ഇതുവരെയും വ്യക്തത ഇല്ലെങ്കിൽ ഏത് ജില്ലയിൽ അത് വേണം, ഇല്ലാത്ത എയിംസ് ഏത് ജില്ലയിൽ വേണം എന്ന് ചർച്ച ചെയ്യുന്നത് പ്രഹസനമാണ്. നമുക്ക് ആദ്യം അറിയട്ടെ കേന്ദ്രം തയ്യാറുണ്ടോ എന്ന കാര്യം ഒരുപക്ഷെ JP നദ്ദ ഇന്ന് പറയുമെങ്കിൽ അത്രയും നല്ലത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.